നമ്മുടെ മെൻറ്ററായ മിസ്റ്റർ ഇല്യാസ് പറമ്പിൽ സാറിനെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാർ എല്ലാവർക്കും അറിയാം. സാറിൻ്റെ ഒരു ക്ലാസ് കിട്ടാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാരണം സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടാവും. ആ പ്രതീക്ഷയോടെ തന്നെ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ടൈം കളയുന്നില്ല. അപ്പോൾ വെൽക്കം ടു ഇല്യാസ്ക. താങ്ക് യു സുഹറ, താങ്ക് യു വെരി മച്ച്. സുഹറ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഇല്യാസ് പറമ്പിൽ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. സോ ഹോപ്സ് ഓഫ് ടോക്സിന്റെ 7ാമത്തെ വീക്കിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഹായ്, മാഷാ അല്ലാ, ആഷിൽ ബ്രോ. ഞാൻ ഈ ഐഫോൺ ആരാന്നുള്ളത് ഇങ്ങനെ നോക്കുകയായിരുന്നു. എന്തായാലും സന്തോഷം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കിഡ് ആണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു സെഷനിൽ പങ്കെടുക്കുന്നത് അല്ലേ? ആ, ഓക്കെ, സന്തോഷം. ആൻഡ് ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈബുക്ക് എന്ത് ചെയ്യോ. ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി? ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. യെസ് ആണെങ്കിൽ യെസ്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, ആൻഡ് സഫാന യെസ്. ഓക്കെ, വിശ്വസിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ അങ്ങനെയും ഉണ്ടാവും കേട്ടോ. ഡെസ്റ്റിനിയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നോ ഉണ്ട് എന്ന് പറയാനോ അല്ല ഞാൻ വന്നിട്ടുള്ളത്. ഡെസ്റ്റിനിയെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ ആൻഡ് നിങ്ങളുടെ ചില സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാനും, ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ള ഒരു കാര്യം കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇതൊന്നും ഞാൻ ആരെയും പഠിപ്പിക്കാനല്ല, ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ കൂടിയാണ്. ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, ഈ ക്ലാസ് കേൾക്കണം എന്ന് വിധിച്ചിട്ടുള്ള ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാകും, അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കാറുള്ള, ഞാൻ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ കേൾക്കേണ്ട എന്തോ ഒരു കാര്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുണ്ടാകും. ആൻഡ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് കഴിയലോട് കൂടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടട്ടെ, നിങ്ങളുടെ ചില സംശയങ്ങളെങ്കിലും മാറട്ടെ. കാലാന്തരങ്ങളായിട്ട് ചർച്ച ചെയ്ത് ഒരുപാട് ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഡെസ്റ്റിനി. നമ്മുടെ അറബിയിൽ അതിന് ഖദർ ഖലാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാലേ, ഇപ്പോ നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഡെസ്റ്റിനി ആണോ, അതല്ല നിങ്ങളുടെ തീരുമാനമാണോ? നിങ്ങളുടെ ചോയ്സ് ആണോ, അതോ നിങ്ങളുടെ ഡെസ്റ്റിനി ആണോ? ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? അതായത് ഡെസ്റ്റിനി ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് വേണമെങ്കിൽ അത് പറയാം. ഈ ക്ലാസ് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് വേണമെങ്കിലും പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ ഇങ്ങനെ നടന്നേ ഇതില് മെയിൻ ആയിട്ടുള്ള 2 ടീമുകൾ ഉണ്ട് കേട്ടോ. ഇതിലൊന്ന് എന്താ പപ്പറ്റ് തിയറി എന്ന് പറയും. പപ്പറ്റ് തിയറി എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനി ആയതുകൊണ്ട് ചോയ്സ് ആയി. നേരെ തിരിച്ചായിക്കൂടെ? നമ്മുടെ ചോയ്സ് ആയതുകൊണ്ട് അത് ഡെസ്റ്റിനി ആയി, അങ്ങനെയും ആയിക്കൂടെ? ഞാൻ പറയട്ടെ, ഇതിന്റെ സംശയങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ 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 കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. പപ്പറ്റ് തിയറി പറഞ്ഞൊരു തിയറി ഉണ്ട്. എന്നുവെച്ചാല് കംപ്ലീറ്റ് ഡെസ്റ്റിനിയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ നരകത്ത് പോകാനുള്ളവനാണെങ്കിൽ ഞാൻ എന്തായാലും നരകത്ത് പോകും. ഞാൻ സ്വർഗത്ത് പോകാനുള്ളവനാണെങ്കിൽ എന്തായാലും സ്വർഗത്ത് പോകും. ഞാൻ എന്തായാലും അത് സംഭവിക്കണമെങ്കിൽ ഞാനത് സംഭവിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്, അതുകൊണ്ട് ഒന്നിനും ഒരു എന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ലാത്തൊരു ടീമുണ്ട്. പപ്പറ്റ് എന്ന് പറയാൻ പറ്റാ, ഇത് പപ്പറ്റ് തിയറി എന്ന് പറയും. അതിന് വേറൊരു തിയറി ഉണ്ട്. അതെങ്ങനെയാണ്? അബ്സല്യൂട്ട് കൺട്രോൾ തിയറി. എന്ന് വെച്ചാല് ദർ ഇസ് നോട്ട് ഡെസ്റ്റിനി, ഫുള്ള് എന്റെ കൺട്രോളിലാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് എന്റേത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സാധനമുണ്ട്. ശരിക്ക് അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. ഒരു ആസ് എ മുസ്ലിം, ഒരു ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ച ഡെസ്റ്റിനിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് നോക്കിയപ്പോൾ എനിക്കൊന്നുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇസ്ലാമിക് തിയറിയിലുള്ള കുറെ കാര്യങ്ങൾ ഒന്നുകൂടി ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അതായത് ശരിക്കും ഇപ്പൊ നമ്മള് വിജയിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ 2 കുട്ടികൾ എക്സാം എഴുതുക. 2 കുട്ടികൾ എക്സാം എഴുതുകയാണ്. 2 കുട്ടികളിൽ ഒരാൾ നന്നായിട്ട് ഡെയിലി ഇരുന്ന് പഠിച്ചു. ആൻഡ് എക്സാം വന്നപ്പോൾ അയാൾ നന്നായിട്ട് ജയിച്ചു. ആൻഡ് രണ്ടാമതൊരാളും കൂടിയുണ്ട്. അയാൾക്ക് എക്സാമിന്റെ ടൈം ആയപ്പോഴേക്കും അയാളൊന്നും പഠിച്ചിട്ടില്ല. അയാൾ ഡെയിലി അങ്ങനെ കഴിഞ്ഞങ്ങനെ പോകും. ഹി വാസ് വെരി ലേസി. ആൻഡ് ഓഫ് കോഴ്സ് എക്സാം വന്നപ്പോൾ അയാൾ
ഹി വാസ് ഫെയിൽഡ്, അയാൾ തോറ്റുപോയി. ശരിക്ക് ഈ കുട്ടി തോൽക്കാനുള്ള കാരണം അയാളുടെ ലേസിനെസ് ആണോ, അതല്ല അത് അയാളുടെ ഡെസ്റ്റിനിയാണോ? ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യമാണ്, ഒന്നുകൂടി കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ്. എന്നുവെച്ചാല് നമുക്കിതില് വേറൊരു ചോദ്യം കൂടി ആഡ് ചെയ്യാം. അള്ളാഹ്ക്ക് എല്ലാ കാര്യം, പടച്ചോൻ എല്ലാ കാര്യവും അറിയും, പടച്ചോൻ എല്ലാ കാര്യവും ഇങ്ങനെ ഒക്കെ സംവിധാനിച്ച് ഒക്കെ നിയമിച്ച് വെച്ചിട്ടുണ്ട്, ഒക്കെ വിധിച്ചിട്ടുണ്ട്. നമ്മള് ഗർഭപാത്രത്തിൽ ഉള്ള സമയത്ത് തന്നെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? പടച്ചോൻ ഓൾറെഡി നമുക്കുള്ള ഫേറ്റ് തീരുമാനിച്ചിട്ടില്ലേ? ദെൻ പിന്നെ നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ശരിക്കൊരു ഫ്രീ വില്ല് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കുറെ ചോദ്യങ്ങളാണ് ഡെസ്റ്റിനിയുമായി റിലേറ്റഡ് ആയിട്ട് വരാറുള്ളത്. ആൻഡ് ഇതിൽ ശരിക്ക് നമുക്ക് ഈ ഖദർ ഖദാലേക്ക് ഡെസ്റ്റിനിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൂന്ന് സംഭവങ്ങളാണ് അതിലുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശരിക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കിയാൽ തന്നെ യുനോ ആ മനസ്സിലാക്കലോട് കൂടി നമുക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തത്, വാട്ട് ഹാപ്പൻസ് ടു യു, നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയാ, നൂർജഹാൻ ദ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു യു? ആ ഗസ്റ്റ് വരിക എന്നുള്ളത് അത് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവര് വിളിച്ചിട്ടില്ല, അവര് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല, പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എവിടെക്കോ വീട്ടില് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ പുറത്ത് പോവാണ്, കുട എടുക്കാൻ മറന്നിട്ടുണ്ട്, പെട്ടെന്ന് മഴ പെയ്തു. ക്യാൻ യു ഡു എനിത്തിങ്? ഇറ്റ്സ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. നല്ലതാവാം, ചീത്തയാവാം, കെട്ടതാവാം, എന്തു ആവാം, ഭാഗ്യമാവാം, നിർഭാഗ്യമാവാം, എന്തൊക്കെ സംഭവിച്ചാലും പ്രവാചകർ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു മനുഷ്യന്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. അവൻ എന്തൊക്കെ സംഭവിച്ചാലും, ഓന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഓൻക്കത് നല്ലതിനാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എന്നുവെച്ചാൽ ഓൻക്കൊരു നന്മ സംഭവിച്ചു, അവന്റെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ഓൻ ആ സംഭവിച്ച പാടെ അയാൾ എന്ത് ചെയ്തു? പടച്ചവനോട് നന്ദി കാണിച്ചു. പടച്ചവനെ എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാ, ദാറ്റ്സ് ബെറ്റർ ഫോർ ഹിം. അതേസമയം ഓൻക്ക് എന്തോ ജീവിതത്തിൽ വലിയൊരു പ്രയാസം വന്നു, ഒരു വലിയൊരു സങ്കടം വന്നു, അല്ലെങ്കിൽ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു. അതൊക്കെ ക്ഷമിച്ചു അയാള്. വരുന്ന സമയത്തൊക്കെ അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ ക്ഷമിച്ചു എന്ന് വിചാരിക്കുക. അതും അയാൾക്ക് നല്ലതാണ്. നല്ലതല്ലാത്തതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം സംഭവിച്ചു എന്നുള്ളതിന് ആരാണ്? അതിന് പടച്ച റബ്ബ് നിങ്ങൾക്കുള്ളത് തന്നോളും. നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അതിനുള്ളതൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നത് ലക്കി ആവാം, അൺലക്കി ആവാം, വേറെ എന്തോ ആവാം. പക്ഷേ പടച്ച റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ട്, പടച്ചോൻ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങള്, ആവലാതികള് ഒക്കെ പടച്ചോൻ കാണുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? രണ്ടാമത്തതായിട്ട് സെക്കൻഡ് തിയറി എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യു, നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ ആഷിൽ ബ്രോന്റെ മനസ്സിലൂടെ, മൈൻഡിലൂടെ ഓടിപ്പോകുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. കുറെ കാര്യങ്ങൾ ഉണ്ടാവും, നല്ലതുണ്ടാവാം, ചീത്തയുണ്ടാവാം. ചിലപ്പോ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണ് ചങ്ങായിന്റെ കോലെന്ന് ചിന്തിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം. ഇങ്ങനെ കുറെ കാര്യങ്ങള് മനസ്സിൽ ആലോചിച്ച് മനുഷ്യന്മാര് നല്ലത് മാത്രമല്ലല്ലോ ചിന്തിക്കുക. നൂർജാനത്തെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് വേറെയുള്ള മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരൂലേ? പഠിച്ച നമുക്കിവിടെ കാണിച്ച വലിയൊരു കാരുണ്യാണത്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോവാണ്. നമ്മൾ പോകുന്ന പോക്കില് നമ്മൾ കുടുംബക്കാരുടെ വീട്ടിൽ പോവാണ്. ആ പോകുന്ന പോക്കില് നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്തകളൊക്കെ തൊട്ടപ്പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന ആലോചിക്ക്. ഒരു മനുഷ്യനും നമ്മളെ അടുപ്പിക്കൂല, അടുത്തേക്ക് വരുമ്പോഴത്തേനും പൊക്കോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് അവിടെ പഠിച്ച നമ്മളോട് വലിയൊരു കരുണ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകളൊക്കെ നമുക്ക് മാത്രം സ്വന്തമാണ്. സോ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ബ്രെയിൻ ഓർ ഇൻ യുവർ മൈൻഡ്, അതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരാം, നല്ല ചിന്തകളാണെങ്കിൽ പഠിച്ചവൻ കൂലി വരും കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ വരാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല, വരാം. പക്ഷെ നിങ്ങൾ ആ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് അതൊരു ആക്ഷനായി നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ്
അതെന്താവുള്ളൂ? തെറ്റാവുള്ളൂ. നിങ്ങൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, മനസ്സിൽ നിങ്ങളൊരു ചിന്ത വന്നു, എന്നിട്ട് ആ തെറ്റ് ചെയ്തില്ല, അതിനും പഠിച്ചോ നിങ്ങൾക്ക് കൂലി തരുന്നു. ഒന്ന് ആലോചിക്കുക, എന്ത് രസമാണ്. നമ്മളൊരു കാര്യം നന്മ ആലോചിച്ചാൽ തന്നെ മതി, അതിന് കൂലിയാണ്. ഇനി നമ്മൾ തിന്മയായിട്ടുള്ള ഒരു കാര്യം ആലോചിച്ചു, അതിന് പടച്ചവനെ ശിക്ഷിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ തിന്മ നമ്മൾ ചെയ്യാതിരുന്നാൽ അതിനും പടച്ചവൻ നമുക്ക് എന്താണ്? അതും പടച്ചവന് ഇഷ്ടമാണ്. അവനെ തിന്മ ചെയ്യാൻ വിചാരിച്ചത് ചെയ്തില്ലല്ലോ, എനിക്ക് വേണ്ടി അവനെ ഒഴിവാക്കിയല്ലോ, അല്ലെങ്കിൽ വേറെ എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ടു യു ഇസ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യു നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. ആൻഡ് മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു. യെസ്, വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു, അത് നമ്മുടെ കൺട്രോളിലാണ്. നമുക്ക് വേണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ കേട്ടോ, വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെയാണ് ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ പടച്ചോനെ നമ്മളെ നോക്കുന്ന കാര്യം അവിടേക്കാണ്. വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു, നിങ്ങൾ കാരണം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ആൻഡ് അത് ചിലപ്പം വാക്കുകളാവാം, പ്രവൃത്തികളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങളിലൂടെ സംഭവിച്ചത്, ആ ചോയ്സ് നമ്മുടേതാണ്. അതിന് പടച്ചിറപ്പ്. ഇപ്പൊ ഒരു പൊതുവെ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എല്ലാ കാര്യങ്ങളും പടച്ചോൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മള് ഈ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, ദെൻ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ട് എന്താ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മളെ നരകത്തിലേക്ക് ഇടും, അല്ലെങ്കിൽ എന്തായാലും നമ്മളെ സ്വർഗത്തിലേക്ക് ഇടും. അറിയോ, നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ഡേനെ കുറിച്ച് ആലോചിക്കുക കേട്ടോ. നമ്മളൊരു ജഡ്ജ്മെന്റ് ഡേയിലേക്ക് പടച്ചവന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് മഹ്ശറയിൽ. അവിടെ എത്തിയതിന്റെ ശേഷം പടച്ചവൻ പറയാണ്, പോ നരകത്ത് പോ സ്വർഗത്ത് പോ, ഇയാള് സ്വർഗത്ത് പോട്ടെ, ഇയാള് നരകത്ത് പോട്ടെ എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുകയാണ്, എന്താ പടച്ചവനെ ഞാൻ നരകത്ത് പോകാനുള്ള കാരണം? അതൊരു നീതിയല്ലല്ലോ. അവിടെ എത്തിയിട്ട് ഇന്ന കാരണം കൊണ്ട് നരകത്ത് പോകുന്ന അവിടെ നിന്ന് പറയല്ല. പടച്ചവൻ അതേ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ, നിങ്ങൾ മൂലം ഉണ്ടായിത്തീരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് സംഭവിച്ചാൽ ദെൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ചോയ്സ് ഉണ്ട്. ഞാനൊരു കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഹൈവേയിലൂടെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് എന്റെ കാറിലേക്ക് ഇടിക്കുന്നു. ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അല്ല, ഞാൻ ആ കാറിൽ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടും എന്റെ വണ്ടി നിന്നില്ല, അതങ്ങനെ മുന്നോട്ട് പോയി മറ്റൊരാൾ ഇടിക്കുന്നു. അതും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എനിക്ക് വേണമെങ്കിൽ ആ സ്പീഡ് കുറക്കാമായിരുന്നു. ദാറ്റ് വാസ് മൈ ചോയ്സ്. പക്ഷെ ആ ചോയ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ അവിടെ ഒരു ആക്സിഡന്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഞാനാണ് അതിന് ഉത്തരവാദി. ആ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് കംപ്ലീറ്റ് ഞാനാണ് ഉത്തരവാദി. എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മുടെ ഒരു ചോയ്സ് തെറ്റിപ്പോകുന്നത്, ആ തെറ്റിപ്പോകുന്നത് എന്താണ് നമുക്ക് ബോധ്യമുണ്ടായിരിക്കെ നമ്മൾ ആ കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് അവർ ഡെസ്റ്റിനി. നമ്മളൊരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുത്തു. ഇപ്പോ എങ്ങനെ ഇപ്പൊ ഇത് പറയാ, യെസ്, ഒക്കെ നമ്മൾ ഈ പ്രയോഗത്തിലുള്ള തെറ്റാണ് കേട്ടോ. ഒക്കെ പടച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, എല്ലാം പടച്ചോൻ മുൻകൂട്ടി തീരുമാനിച്ചു. ആ പ്രയോഗം തന്നെ തെറ്റാണ്. മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളത് അത് മനുഷ്യന്മാരുടെ വാക്കാണ്, മനുഷ്യന്മാരുടെ പ്രയോഗമാണ്. മുൻകൂട്ടി തീരുമാനിക്കലിനെ നമ്മൾ ഒന്ന് 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 വേറൊരു രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി. പടച്ചവനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ള മുൻകൂട്ടിയാണ്ട് ഒഴിവാക്കി വെക്കാം. നമുക്ക് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് പടച്ചവൻ. ആൻഡ് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ ഇതിപ്പോ ഒരു ഇതാണല്ലോ. ഇതിന്റെ രണ്ട് കൈയിന്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇത് പാസ്റ്റ് ആണ്, ഇത് പ്രസന്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണെന്ന് വിചാരിച്ചോളൂ. 3 അറകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ഞാൻ എന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 3 എനിക്ക് കാണാൻ പറ്റൂലേ? കോഴ്സ് ഐ ക്യാൻ സി. ഇതേപോലെയാണ് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. എന്ന് വെച്ചാല് പടച്ചോൻ ഇതെല്ലതും സമാണ്. നമുക്ക് അത് പാസ്റ്റ് ആണ്, ഇത് പ്രസന്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണ്. ബട്ട് ടു അള്ളാഹ് ഇതൊക്കെ പ്രസന്റ് ആണ്, ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. ആൻഡ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ട നേരത്ത് പടച്ചോന് മാത്രം അല്ലെ, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം അങ്ങനെയാണ്. എല്ലാ പ്രതിസന്ധികളും വന്നാൽ മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് കഴിയുന്നിടത്ത് നമ്മൾ ആരെ വിളിക്കും? പടച്ചോനെ വിളിക്കും.
ഇത് ഇന്നെ കൊണ്ട് കഴിയൂല എന്ന് തോന്നുന്നിടത്തൊക്കെ പടച്ചോൻ ഉണ്ടാകും. ഇന്നെ കൊണ്ട് കഴിയുന്നതും അതിന് ഞാൻ പടച്ചോനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. എന്ത് കാര്യത്തിലും പടച്ചോനെ ഞാൻ അത് ചെയ്യാൻ പോവാണ് കേട്ടോ എന്ന് പടച്ചോനെ ഏൽപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും പടച്ചോനെ ഞാൻ മുറ്റടിച്ചിടാൻ പോവാണ് കേട്ടോ. അത് അങ്ങനെ പറയണമെന്നില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞാണ്ട് ഞാൻ മുറ്റടിക്കുകയാണ് എന്ന് കരുതിയാൽ മതി. പടച്ചോനത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്, പടച്ചോനെ ഞാൻ എന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. എന്ത് രസമുണ്ടായിരിക്കും. എല്ലാ കാര്യത്തിലും പടച്ചോൻ എങ്ങനെ കൂടെ ഉണ്ടാവുക, ഏത് സമയത്ത് ആ ചിന്തകൾ ഉണ്ടാവുക. പിന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. ഇന്നലെ ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങളാരെയും കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു. ഒരു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ഉസ്മാനോ അതോ ഉമർ മുസ്ലിയാരോ അങ്ങനെ എന്തോ ഒരു പേരാണ്. യെസ്, ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ ആ വാർത്ത അങ്ങനെ കേട്ട സമയത്ത് വാസ് വെരി ഷോക്ക്ഡ്. കാരണം ആത്മഹത്യ മഹാപാപമാണ് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അയാളുടെ ജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ആത്മഹത്യ ചെയ്യുന്നതിന്റെ മുമ്പ് അയാൾ എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അയാളുടെ വിശ്വാസം ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ടാകും. അയാളുടെ മക്കളുടെ, അയാളുടെ ഭാര്യയുടെ, അയാളുടെ ഉമ്മയുടെ, ഉപ്പയുടെ ഒക്കെ മുഖങ്ങൾ അയാളുടെ മുന്നിലൂടെ മറഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ എല്ലാറ്റിനും ഒടുവിൽ അയാൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് മരണമായിരുന്നു. ലക്ഷങ്ങളുടെ കടമുണ്ടായിരുന്നു അത്രേ. അത് കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടും. അല്ലാഹു ആലം. അറിയണോ, കുട്ടികളോട് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മനുഷ്യൻ, കുട്ടികളോട് ആത്മഹത്യ മഹാപാപമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, അയാൾ ചെയ്തൊരു ചോയ്സ്, അയാൾ തെരഞ്ഞെടുത്തൊരു ചോയ്സ്, അയാൾക്ക് വേണമെങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ടാകുമായിരുന്നു. അയാൾക്കൊരു പക്ഷേ ആ അഭിമാന ബോധം മാറ്റിവെച്ച് മറ്റൊരാളോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചവരൊക്കെ കൈമലർത്തിയത് കൊണ്ടാണ് കേട്ടോ. അയാൾക്ക് അയാളുടേതായ കാരണങ്ങൾ ഉണ്ടാകും. ബട്ട് സ്റ്റിൽ അയാൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. അയാള് എത്തിച്ചേർന്ന ഒരു നിഗമനം, ആ മരിക്കാനെടുക്കുന്ന ധൈര്യത്തിന്റെ പകുതി മതി അയാൾക്ക് ജീവിക്കാൻ. അല്ലെങ്കിൽ മരിക്കാനുള്ള ധൈര്യത്തിന്റെ അത്രയൊന്നും ധൈര്യം വേണ്ട ജീവിക്കാൻ. ജീവിക്കാൻ അതിനേക്കാൾ എളുപ്പമാണല്ലോ. ഞാൻ ഈ പറയുന്നതിനെല്ലാവരും യോജിക്കുമെന്ന് എനിക്ക് അറിയൂല. പക്ഷെ എല്ലാറ്റിലും പ്രയാസങ്ങൾക്കുമേൽ പ്രയാസങ്ങളൊക്കെ വന്നിങ്ങനെ നമ്മുടെ മേൽ പതിക്കുമ്പോഴും ഒറ്റ വാക്കില് നമ്മുടെ മൈൻഡ് ആണ്ട് സമാധാനം അടയണം. പടച്ചോൻ എന്നുള്ളൊരു വാക്കുമല്ല. ഈ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം, അയ്യൂബ് എന്ന് പറഞ്ഞാല് ബൈബിളിൽ പറയുന്നത് ഇയ്യോബ് എന്നാണ്. ഇയ്യോബ്, ആയി ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യൂബ് എന്നുള്ളത് ബൈബിളിൽ പറയുന്നത് ഇയ്യോബാണ്. ഈ ഇയ്യോബിനെ കുറിച്ച്, അതായത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറയുന്നത്, അയാൾക്ക് ധാരാളം സേവകന്മാരുണ്ടായിരുന്നു, ധാരാളം മണിമാളികകൾ ഉണ്ടായിരുന്നു, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് മക്കളൊക്കെ മരണപ്പെട്ടു, സർവ്വവും നശിച്ചു നിൽക്കുന്ന ഇയ്യോബിന്റെ ചരിത്രം ബൈബിളിലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഖുറാനിലും പറയുന്നുണ്ട്. അതിൽ ബൈബിളിൽ പറയുന്ന എക്സാക്ട് വാക്കല്ല, പക്ഷെ ഇത് ഇങ്ങനെയാണ്: തല മുണ്ഡനം ചെയ്ത് മുട്ടുകാൽ നിലത്ത് വെച്ച് ഇയ്യോബ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നഗ്നനായിട്ടാണ് എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. നഗ്നനായി തന്നെയാണ് ഞാൻ ഇനി ഈ ലോകത്ത് നിന്ന് മടങ്ങി പോകുന്നതും. അതുകൊണ്ട് തന്നെ ദൈവമേ, നീ തന്നു, അത് നീ തന്നെ തിരിച്ചെടുത്തു. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇയ്യോബ് പറയുന്നത് അങ്ങനെയാണ്. ഖുർആനില് ഈ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇതേ രൂപത്തിലല്ലെങ്കിലും പറയുന്ന വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. അതെങ്ങനെയാണ് കേട്ടോ: അന്നീ മസ്സനിയവ്വുർ, അന്നീ മസ്സനിയവ്വുർ അൻത അർഹമുർ റഹീമീൻ. ഭയങ്കര രസാണ് ആ വാക്ക്. അതെങ്ങനെയാണ്: പഠിച്ചോനെ, എല്ലാ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്, എന്നെ തൊട്ടിട്ടുണ്ട്, എന്നെ തൊട്ട് തീണ്ടിയിട്ടുണ്ട്. അൻത അർഹമുർ റഹീമീൻ. പക്ഷെ ഇതൊക്കെ വന്നാലും അർഹമുർ റാഹിമാണല്ലോ, ഈ കരുണ ചെയ്യണവനാണല്ലോ എന്നല്ല പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്ന ആള് നീയാണല്ലോ എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഫിക്സേറ്റഡ് ആണ് എന്നുള്ളതല്ല. അതൊരു ഒരു പടച്ചോൻ ഓൾറെഡി നമ്മുടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടല്ല. പടച്ചോൻ ഇത് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ ഞാൻ ഹയെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ അധ്യാപകനാണ്, ഞാൻ ഹയെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ആ പറയുന്ന സമയത്ത് ഹയ മുഴുവനായിട്ട് വേറെന്തോ ചിന്തയിലാണ്. ഇന്നലെ പരിചയപ്പെട്ട ഏതൊരു ചെറുക്കുള്ള ചെക്കൻ ഉണ്ടായിരുന്നു, അവന്റെ കാര്യമോ അവന് എന്തൊക്കെയാണ് അവന് പറയാൻ പോണതോ അല്ലെങ്കിൽ വേറെ ആരെന്തോ പറഞ്ഞതോ, അസ്തഗ്ഫിറുല്ലാഹ്, ഏതായാലും
അവനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഉണ്ടെന്നല്ല കേട്ടോ. അപ്പൊ എന്തോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വേറെന്തോ ലോകത്താണ്. ഞാൻ ഈ ചോദ്യങ്ങള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ നോ, എനിക്കറിയാം ഞാൻ ഈ പറയപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒരു ചോദ്യവും ഇയാൾക്ക് കിട്ടൂല എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചോദിച്ചാലും ഇയാൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ഹയോട് ചോദിച്ചു, ഹയ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുക. ഓക്കെ, എനിക്കറിയാം, ഓൾറെഡി എനിക്കറിയാം ഹയക്ക് അത് കിട്ടൂല. ഞാനപ്പം പറയാണ്, ഹയ എനിക്കിത് കിട്ടൂല, ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടൂല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാനിപ്പോ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞെന്ന് ഞാൻ ചോദിക്കുമ്പോ ഹയ പറയോ, ആ സാർ ഓൾറെഡി എന്താണ് സാറിന്റെ തെറ്റാണ്, കാരണം ഓൾറെഡി ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്ക് കിട്ടൂല എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഉത്തരം പറയാൻ ഹയക്കേറ്റ് കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. ശരിക്കും ഞാനാണ് അവിടെ തെറ്റുകാരൻ. അല്ലെങ്കിൽ ഒരു വേറൊരു ഉദാഹരണം പറയാം. ഒരു ഒച്ച്, ആ ഒച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ഒച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒച്ച് മുന്നോട്ട് പോകുന്ന ഒച്ചിനെ കണ്ടിട്ട് ഞാൻ പറയാണ്, ഒരു 2 സെക്കൻഡ് കൊണ്ട് ഒച്ച് ഏകദേശം ഇവിടെ എത്തുമെന്ന് പറയാണ്. ഇവിടെ നിൽക്കുന്ന ഒച്ച് ഏകദേശം ഇവിടെ എത്തുമെന്ന് പറയാണ്. ഒച്ച് കൃത്യസമയത്ത് അവിടെ എത്തി, അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ആ ഒച്ചിന്റെ ഗതി നിർണയിച്ചത് ഞാനാണോ? ഒച്ച് അവിടെ എത്തും നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഒച്ചിന്റെ ഗതി നിർണയിച്ചത് ഞാനാണോ? അല്ല. ഒച്ച് അവിടെ എത്തും എന്നുള്ള ധാരണ എനിക്കുണ്ട്. പക്ഷെ ആ ഒച്ചിനെ വേണമെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകാമായിരുന്നു, ഇടത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ ഒച്ച ഇങ്ങോട്ട് എത്തി എന്നുള്ളത്, ഞാൻ ഇതൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. പക്ഷെ എല്ലാതും കൃത്യമായിട്ട് പടച്ചു വെച്ചിട്ടുള്ള പടച്ചോനെ ഓൾറെഡി അറിയാം ഇയാൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യമാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്ന് പടച്ചോൻ അറിയാം എന്നതിന്റെ അർത്ഥം പടച്ചോൻ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ല. യു ഹാവ് എ ചോയ്സ്. പക്ഷെ പടച്ചോന്റെ പെർഫെക്റ്റ് നോളജ് ആണ്, ഇയാൾക്ക് ഈ ഒരു ചോയ്സ് ഉണ്ടെങ്കിലും അയാൾ ഏതാണ് തെരഞ്ഞെടുക്കാൻ പോവുക എന്നുള്ളത് പടച്ചോൻ അറിയാം. ഇയാൾ ഏതാണ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് പടച്ചോൻ അറിയാം. ആൻഡ് ദാറ്റ് ബിക്കംസ് അവർ ഡെസ്റ്റിനി. നമ്മുടെ ലാംഗ്വേജിൽ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പടച്ചോന്റെ നോളജ് ആണ്, നമ്മളെ സംബന്ധിച്ചോളം അത് നമ്മുടെ ഡെസ്റ്റിനിയാണ്. സോ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഡെസ്റ്റിനി അല്ല, മുൻകൂട്ടി അള്ളാഹ്ക്ക് അറിയുന്ന ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനി ഉള്ളത് കൊണ്ടാണ് ഈ പണ്ട മനുഷ്യന്മാരെ ഒക്കെ പടക്കുന്ന സമയത്ത് പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അംല അന്ന ജഹന്നമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ പറഞ്ഞിട്ടുള്ളത് ഇന്നാലിന് ആളുകളൊക്കെ തെറ്റ് ചെയ്യുന്നവരും ഇന്നാലിന് ആളുകളൊക്കെ ഓരോരുത്തരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയല്ല. ഹയ സ്വർഗത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞിരിക്കുകയല്ല, നൂർജാൻ എവിടേക്കുള്ളതല്ല നരകത്തിലേക്കാണ് എന്നല്ല പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. നരകത്തിലേക്കുള്ള ഒരുപാട് ആളുകളുണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് അത് അള്ളാഹ്ക്ക് അറിയാം. എന്തുകൊണ്ട് അറിയാം? അവര് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. അതേസമയം നമ്മൾ പോയിട്ട് പടച്ചവനോട് പറയാണ്, ഇന്നെ നരകത്തിലേക്ക് ആക്കിയത് ശരിയായിട്ടില്ലേ പടച്ചവനെ, എന്തായിരുന്നു ഇന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഈ അല്ലേ? ഹൗ കാൻ വി സേ ദാറ്റ്? ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് പങ്കെടുക്കേണ്ടെന്ന് വെക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ യു കെയിം ഹിയർ. അത് നമ്മുടെ ചോയ്സ് ആണ്. നമ്മൾ ഇവിടെ വരും എന്നുള്ളത് ആർക്കും അറിയാം, അള്ളാഹുവിന് അറിയാം. എന്നുള്ളത് കൊണ്ട് അള്ളാഹ് അത് അവിടെ വിധിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, അള്ളാഹ്ക്ക് അത് മുൻകൂട്ടി അറിയാം എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റാൻ പറ്റുമോ? ചില ആളുകളെങ്കിലും ചോദിക്കാറുള്ള ചോദ്യമാണ്. പ്രാർത്ഥിച്ചാല് ഓൾറെഡി ഡെസ്റ്റിൻഡ് ആണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരു ഹ്യൂമനുള്ളതാണ്, മനുഷ്യനുള്ളതാണ്. ഞാൻ എന്റെ എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് 2 ചോയ്സ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബിനോട് പറയാം, പഠിച്ചോനെ എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, എന്റെ റബ്ബിനോട് പറയാം. ഞാൻ ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് എന്റെ റബ്ബിനോട് പറയാണ്, പഠിച്ചോനെ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് കേട്ടോ എന്ന് പറയുന്ന നേരത്ത് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ആകാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. പടച്ചോനെ അറിയാം ഇയാൾ ഈ പ്രാർത്ഥന നടത്തും എന്നുള്ളത്. അയാൾക്ക് നിശ്ചയിച്ചിരുന്ന ഡെസ്റ്റിനി പടച്ച റബ്ബ് അങ്ങോട്ട് നീട്ടിവെക്കും. പടച്ചോൻ ഇത് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ തുല്യമാണ്. നമുക്കാണ് ഈ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ആ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് വരുത്താൻ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കൊണ്ട് ഡെസ്റ്റിനിയെ മാറ്റാൻ പറ്റൂ, മാറ്റാൻ പറ്റും. കാരണം പ്രാർത്ഥനയോടെ മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ, വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് മീ. എന്നിലൂടെ എന്ത് സംഭവിക്കുന്നു? 3 കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക കേട്ടോ. വാട്ട് ഹാപ്പൻസ് ടു യു, അത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളിൽ നിന്നുണ്ടായതല്ല. വാട്ട് ഹാപ്പൻസ് ടു യു, അത് നോട്ട് യുവർ ഫോൾട്ട്. അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് റെസ്പോൺസിബിലിറ്റി പടച്ചോന്റെ അടുത്തുണ്ട്. അത് പടച്ചോന്റെ അടുത്ത് കണക്കുണ്ട്. ഇയാൾ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അയാൾ ഇത്ര വേദന സഹിച്ചിട്ടുണ്ട്, അയാൾ എന്നെ ഇത്ര വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ
നമ്മള് കാലിൽ ഒരു മുള്ള് കുത്തിയത് പോലും പടച്ചോന്റെ അക്കൗണ്ടിലുണ്ട്. കാരണം അതൊന്നും നമ്മൾ കാരണം സംഭവിച്ചതല്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യു, അതും നിങ്ങളെ പ്രശ്നമല്ല. ഞാനായി തീരാൻ, അല്ലെങ്കിൽ ഞാൻ എന്റെ ചിന്തകൾ വളർത്തിയെടുക്കാൻ സാഹചര്യമായ കുറെ കാരണങ്ങൾ ഉണ്ടാകും. എന്റെ ഒരു അധ്യാപകൻ ഉണ്ടാകും, എന്നോട് വളരെ മോശമായി പെരുമാറിയ ഒരു അധ്യാപകനും ഒരു നല്ല രൂപത്തിൽ പെരുമാറിയ അധ്യാപകനും ഉണ്ടാകും. എന്നെ ചേർത്ത് പിടിച്ച മാതാപിതാക്കൾ ഉണ്ടാവാം, എന്നെ ഏറ്റവും വേദനിപ്പിച്ച കൂട്ടുകാരുണ്ടാവാം. ഇതൊക്കെ വാട്ട് ഹാപ്പൻസ് ടു യു ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യു, ഇത് രണ്ടിനും നമ്മൾ റെസ്പോൺസിബിൾ അല്ല. അതിനൊക്കെ പഠിച്ചോ റെസ്പോൺസിബിൾ ആണ്. അതിനുള്ളതൊക്കെ പഠിച്ചോ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ആൻഡ് ദ തേർഡ് വൺ, വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു, അതിന് നമ്മൾ ഉത്തരവാദിയാണ്. വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു. ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി അതിന്റെ ലോജിക്ക് അനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ഡെസ്റ്റിനി എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് യു, നിങ്ങൾ അവിടെ യൂസ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചൂസ് ചെയ്ത കാര്യം എന്താണ്, അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. സോ ഡെസ്റ്റിനി എന്നുള്ളത് നമ്മുടെ ചോയ്സസിന്റെ ഒരു പര്യവസാനം എന്ന് വേണമെങ്കിൽ പറയാം. സോ നരകം നമുക്കുള്ളതാണെന്ന് ഓൾറെഡി ആർക്കും അറിയാം, അള്ളാഹുവിന് അറിയാം. പക്ഷെ എന്നാ പിന്നെ അള്ളാഹ്ക്ക് ഇതിൽ എന്താ ഇന്റർവ്യൂ ചെയ്തൂടെ? അതിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാതും പഠിച്ചവൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ആവുകയാണെങ്കിൽ അവിടെ നീതിമാനാകൂലല്ലോ. ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, ഇത് അതേ ചെയ്യാവൂ എന്നുള്ളത് പഠിച്ചവൻ തീരുമാനിച്ചിട്ടില്ല. ഇവൻ ഏതാണ് എടുക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കുട്ടിയുടെ മുന്നില് ഒരു പുസ്തകവും ഒരു മൊബൈലും വെച്ചിട്ട് ഞാൻ ഹയോട് പറയാണ്, ഹയാ നോക്കിക്കോൻ എന്തായാലും മൊബൈൽ എടുക്കുള്ളൂ. എനിക്ക് പറയാൻ പറ്റുമോ അവന്റെ ഡെസ്റ്റിനി ഞാനാ തീരുമാനിച്ചത് എന്ന്? അല്ല. അവനത് എടുക്കും എന്നുള്ളത് എനിക്ക് അറിയാം. എന്തുകൊണ്ട്? അവന്റെ ബിഹേവിയർ, അവന്റെ മുൻപുള്ള അവന്റെ പാസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. അള്ളാഹ്ക്ക് ഇത് ഓൾറെഡി അറിയാം. നമ്മളെ പടക്കണതിന്റെ മുന്നേ തന്നെ ഇവന്റെ ബിഹേവിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ പഠിച്ചവനൊക്കെ തുല്യമായതുകൊണ്ട് തന്നെ ഇയാളിത് ഏതൊക്കെയാണെന്ന് പഠിച്ചവനെ അറിയാം. ഏതിലൂടെയൊക്കെയാണ്, ഏതൊക്കെ ചോയ്സ് ആണ് ഇയാൾ എടുക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയാം. സോ ഈ ഖുർആനിലെ ശരിക്ക് ഖദർ എന്നുള്ള വാക്ക് 227 തവണ വന്നിട്ടുണ്ട് അത്രേ. 227 തവണ ഖുർആനിൽ ഖദർ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും നിങ്ങൾ ഖദറിൽ വിശ്വസിക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖദർ ഭയങ്കര സംഭവമാണ്. ഖദറിൽ എന്തായാലും വിശ്വസിക്കണം, അതായത് ഡെസ്റ്റിനിൽ എന്തായാലും വിശ്വസിക്കണം. പക്ഷെ ഡെസ്റ്റിനിൽ വിശ്വസിക്കണം എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പഠിച്ചോൻ പറഞ്ഞ് പഠിച്ചോനിൽ വിശ്വസിക്കാനാ. പഠിച്ചോനിൽ വിശ്വസിച്ചാൽ മതി, അത് നിങ്ങളുടെ ഖദറായി തീരും. മനസ്സിലാവുന്നത്? ഒക്കെ ഒരു ഇന്റർലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലും പഠിച്ചവനെ കൂട്ടുപിടിച്ചോളി, പഠിച്ചവനെ വിശ്വസിച്ചാൽ മതി. വേറെ ആരെയും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ഇന്നലെ ഒരു ഇത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള വാക്കുകൾ എങ്ങനെയാണ്, എന്താണ്, വെള്ളം കുറുക്കിയാണ്, കടൽ കുറുക്കിയാണ് ഉപ്പുണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ കടൽ അത് വിശ്വസിച്ചില്ല. നിന്റെ ഉള്ളിലാണ് മുത്തുണ്ടാവുന്നത് ചിപ്പിയോട് പറഞ്ഞപ്പോഴും അത് വിശ്വസിച്ചില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, എന്നാൽ വീണുപോയ ഒരു മനുഷ്യനോട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്ന് പിടഞ്ഞെണീക്കാൻ പോലും സമ്മതിക്കാതെ അവനതങ്ങ് വിശ്വസിച്ചു പോയി. നിങ്ങളോട് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഈ ഒന്നിനും പറ്റാത്ത ആളാണ് കേട്ടോ, ഈ ഒന്നിനും പറ്റാത്ത ആളാണ് കേട്ടോ, അന്നെ കൊണ്ടൊന്നിനും കഴിയൂല കേട്ടോ എന്നൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാകും. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ആളുകളാണ്, എളുപ്പത്തിൽ പകർന്നു കൊടുക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുറിച്ച് നല്ലത് പറയാ എന്നുള്ളത് ആളുകൾക്ക് അത്രയും പ്രയാസമുള്ള കാര്യമായിരിക്കും. ബട്ട് ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. മുമ്പൊരിക്കലും ഒരു രാജാവ് തന്റെ ഭാര്യയെ ഇങ്ങനെ നോക്കിയിട്ട് ഭാര്യയോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യയോടുള്ള അമിതമായ സ്നേഹം വഴിഞ്ഞൊഴുകിയപ്പോ ഭാര്യയോട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഉണ്ടല്ലോ എനക്ക് പൂർണ്ണചന്ദ്രനേക്കാൾ ഭംഗിയുണ്ട്, എനക്ക് എന്റെ ഭംഗി പൂർണ്ണചന്ദ്രനേക്കാളുണ്ട്. അത്ര ഭംഗി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാര്യയല്ല, ഞാൻ തൊലാക്കാണ്, ഇതിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞു. തൊലാഖിന്റെ കാര്യം അറിയാലോ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൊലാഖ് എന്ന് പറഞ്ഞാല് വെറുതെ പറഞ്ഞാലും ഗൗരവത്തിൽ പറഞ്ഞാലും തമാശക്ക് പറഞ്ഞാലും തൊലാഖ് തന്നെയാണ്. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ ഈ ചർച്ച വന്നു. സംഭവമൊക്കെ ശരി തന്നെ, രാജാവിന് ഭാര്യയോട് ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷെ പൂർണ്ണചന്ദ്രനേക്കാൾ ചുരുക്കൊക്കെ രാജകുമാരിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാല് അതിന് മാത്രം ചുരുക്കൊന്നും ഇപ്പൊ രാജകുമാരില്ല എന്ന ആളുകൾ അടക്കം പറയാൻ തുടങ്ങി. അത് ഭയങ്കര ചർച്ചയായി. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വാക്കുകൾ എക്സാക്ട്ലി ഇങ്ങനെ അല്ലെങ്കിൽ ഒറിജിനലി ഉണ്ടായ ഒരു സംഭവമാണ്. അവസാനം ഈ ചർച്ചകളൊക്കെ വന്നു, കുറെ ആളുകൾ പറഞ്ഞു
അവർക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല, കാരണം അവർ ഡിവോഴ്സ് ആയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു തൊലാഖിന്റെ വാക്കാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ അവസാനം ഒരു പണ്ഡിതന്റെ അടുക്കൽ ഈ ചർച്ച വന്നു. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു: അതൊരിക്കലും തൊലാഖല്ല. കേട്ട ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചു. അത്ര വലിയ സൗന്ദര്യമുള്ള ആളല്ല. നിങ്ങൾ ആ രാജകുമാരിയെ കാണാത്തത് കൊണ്ടാണ്. ആ രാജകുമാരിയെ മാത്രം സൗന്ദര്യമില്ല. പിന്നെ പരിപൂർണ്ണ ചന്ദ്രനേക്കാൾ സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റുക? അത്രയും സൗന്ദര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തൊലാക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: മനുഷ്യരെ കുറിച്ച് പടച്ചോൻ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, എന്താണ്? ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. ഇന്നാ ഖലഖനാഹു ഫി അഹ്സനി തഖ്വീം, രണ്ടാലൊരു രൂപത്തിലാണ്. ഏറ്റവും പരിപൂർണമായ രൂപത്തിലാണ് ഞാൻ മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന്. ചന്ദ്രനെ കുറിച്ച് പടച്ചവൻ അത് പറഞ്ഞിട്ടില്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇവനോ വേറൊരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ മനുഷ്യനെ നാം പടച്ചു എന്നുള്ളതാണ്. സോ പടച്ചവൻ നിങ്ങളൊക്കെ പടച്ചിട്ടുള്ളത്, എന്നെയും നിങ്ങളെയൊക്കെ പടച്ചിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ളതിലാണ്. പക്ഷെ പുറത്തെ രൂപം കണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭംഗി അളക്കുന്നതെങ്കിൽ പടച്ചവന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ പോലും തൃപ്തരല്ല എന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുണ്ടല്ലോ ഒരു അടിപൊളി മനുഷ്യനാണ്. നിങ്ങൾ ഓരോരുത്തരുണ്ടല്ലോ പടച്ചവന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയാണ്. നിങ്ങളെപ്പോലെ ആവാനുണ്ടല്ലോ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളെപ്പോലെ ആവാൻ വേറൊരു മനുഷ്യനും, എന്റെ ഉമ്മാക്ക് ഒരിക്കലും എന്റെ സ്ഥാനത്ത് വേറൊരു മകനെ കൊണ്ടുവന്നേക്കാൻ പറ്റൂല. എന്റെ മകന് മറ്റൊരാൾ ഒരിക്കലും ബാപ്പയാവാൻ പറ്റൂല. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരാൾ ഒരിക്കലും ഭർത്താവാൻ കഴിയൂല. അതെനിക്ക് മാത്രമേ ആവാൻ കഴിയുള്ളൂ. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ പോരട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി: അയാൾ പടച്ചവനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം നിങ്ങളെക്കാൾ മികച്ചൊരു സൃഷ്ടിയും പടച്ചിറപ്പ് വേറെ പടച്ചിട്ടില്ല. ഇത് പടച്ചവൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. സോ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുക്കാം, ബട്ട് ത്രൂ യുവർ ചോയ്സസ്. നിങ്ങളുടെ ചോയ്സുകൾ എന്താണോ ആ ചോയ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി തിരഞ്ഞെടുക്കാം. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ ഡെസ്റ്റിനി, ബട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് അള്ളാഹ്. അള്ളാഹിനെ കൂട്ടുപിടിക്കണം, എന്നാൽ അത് ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനി ആയി തീരുകയും ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ വിചാരിച്ചതിലധികം സമയം കുറച്ചും കൂടി ഞാനിവിടെ ഇരുന്നിട്ടുണ്ട്. എത്ര സമയം ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്കും തോന്നി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. എനിവേ, പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കുകയും ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇനി ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ഞാനങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ താല്പര്യം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഡെസ്റ്റിനി കേട്ടപ്പോ അഭിപ്രായം പറയണമെന്ന് വല്ലാത്തൊരു ത്വര. ഓക്കെ, താങ്ക് യു. ഞാൻ ഡെസ്റ്റിനിയുടെ ഒരു പോസ്റ്റർ കണ്ടപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് എന്റെ മോനൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനത് എന്റെ ഫോണിലാണ് 9 മണിക്കാ ക്ലാസ്. ഞാൻ എന്താ ചെയ്യാ, എനിക്കിത് കേട്ടിട്ട് ഇപ്പോ സാറ് പറഞ്ഞ മാതിരി ഇറങ്ങി പോവാനും തോന്നില്ല, ആ ഒരവസ്ഥയിലായി. അപ്പൊ ഞാനത് വേഗം തന്നെ ഹസ്ബൻഡിന്റെ ഫോണിൽ സൂം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ അവിടേക്ക് ആക്കി വെച്ചിട്ട് ഞാൻ ക്ലാസ് തീരരുതേന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വേഗം നിർത്തി. പിന്നെ ഇത് നിങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ക്ലാസ് തരണം എന്നുള്ളത് നിങ്ങളൊരു ഡെസ്റ്റിനിയാണ്. ഇത് കേൾക്കണം എന്നുള്ളത് നിന്റെ ഒരു ഡെസ്റ്റിനിയാണ്, അല്ലെ ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞപ്പോ ഞാനിപ്പോ ഒരു 2 ഡേ ആയിട്ട് എനിക്ക് ചെറിയൊരു മൈൻഡിൽ ഒരു വിഷമം പോലെയൊക്കെ ഉണ്ടായി ചില കാര്യങ്ങൾ. അപ്പൊ ഇന്നിപ്പോ ഞാനൊരു എന്താ പറയാ ഒന്ന് പുറത്തു പോയ സമയത്ത് ഞാൻ വെള്ളിയാഴ്ച ഓഫീസൊക്കെ മുന്നുള്ള സമയത്ത് മാത്രമാണ് ഞാൻ പള്ളിയിൽ പോവാറുള്ളത്. വീട്ടിലാകുമ്പോ ഞാൻ പള്ളിയിൽ പോവാറില്ല. അപ്പൊ പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ വീട്ടിലാകുമ്പോ പോകാൻ സാധിക്കാറില്ല, ഇഷ്ടമില്ലായിട്ടല്ല. അങ്ങനെ പോയി അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി. അപ്പൊ അന്നത്തെ കുത്തുബ എന്താ വെച്ചാല് കേട്ടത് ഉദുക്കുറൂനി ഉദുക്കുറുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും, പിന്നെ ലൈൻ ശക്കത്തും ലസീദന്നക്കും ലാ തഹ്സനിന്നല്ലാഹ്. ഈ 3 കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് കേട്ടപ്പോ എനിക്ക് എന്താന്നറിയില്ല, പടച്ചോൻ എന്നോട് സംസാരിക്കുന്ന ഒരു ഫീല്.
അത്രയും എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലര് നമ്മളോട് പറയില്ലേ, അതുപോലെ പഠിച്ചോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കും. നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ പോകുന്ന ആളല്ല, ഞാനത് അവിടെ എത്തിപ്പെടാൻ, അത് കേൾക്കാൻ, എന്നോട് സംസാരിക്കുന്ന രീതിയിൽ അത് സംസാരിക്കാനും ഒക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, എന്റെ ഡെസ്റ്റിനിയാണത് എന്നുള്ളൊരു ഫീല്. ആ ഒരു കാര്യം എൻ്റെ അടുത്തേക്ക് വന്നതും എനിക്ക് അത് കേൾക്കാനുണ്ടായ സാഹചര്യവും, അപ്പൊ അതിൽ എനിക്ക് ക്ലിയർ ആയി പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കേൾക്കലോടുകൂടെ എന്റെ ഉള്ളിൽ നിന്ന് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെ ആ ഡെസ്റ്റിനി എന്നുള്ള വേർഡ് എനിക്ക് വല്ലാണ്ട് മനസ്സ് തട്ടി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു എന്താ പറയാ, ആർക്കോ ഇത് കേൾക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അത് എനിക്ക് കേൾക്കേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രീവർഷ മാം. യെസ് സർ. സൂപ്പറായിട്ടുണ്ട് ഡെസ്റ്റിനി. ഞാൻ ഒരുപാട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് എപ്പോഴും ചോയ്സസിൽ കൂടെ പോകുന്നു. അത് വിത്ത് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് നെഗറ്റീവ് ചിന്തിക്കാണ്ടിരിക്കുക മനുഷ്യനെ കൊണ്ട് പോസിബിൾ അല്ല. ബിക്കോസ് സാറ് പറയുന്നത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. ബിക്കോസ് ഞാൻ സ്റ്റാർട്ടിങ് ഒരു ലൈഫ് കോച്ചിങ്ങും കാര്യങ്ങളും ഇന്ന കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അഡൽഹുഡ് ആയി, മദർഹുഡ് ഒക്കെ എത്തി, അങ്ങനെയൊക്കെ ആയ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഒക്കെയാണ് ഞാൻ ഇത് അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ അതിന്റെ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതേ റോങ് ആണ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം, എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം, എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ പഠിപ്പിച്ചേക്കുന്നത്. അങ്ങനെയാണ് പേരന്റ്ഹുഡ്, സൊസൈറ്റി. അസൽ ചിന്തിക്കാനേ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അഡൽട്ട് മൂവീസ് ആയിട്ട് ഒരു സീൻ തന്നെ വരുമ്പോ അത് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ മാറ്റുക, അങ്ങനെയാണല്ലോ നമ്മളെ ഒക്കെ വളർത്തിയേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചേക്കുന്നത് നെഗറ്റീവേ വരാൻ പാടില്ല, ആക്ച്വലി അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടാവാൻ പാടില്ല. ബട്ട് നൗ ഐ അണ്ടർസ്റ്റുഡ് അങ്ങനെ വരുന്നത് റോങ് അല്ല. ഐ എം ഹ്യൂമൻ, സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ. ബട്ട് ആ ചോയ്സ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, വണ്ടി സ്പീഡായിട്ട് ഓടിക്കുകയാണെങ്കിലും അപ്പുറത്ത് അവന്റെ കൺസേണിൽ ഓടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബിലീവ് ചെയ്യുന്ന ആളാ ഞാൻ. മീൻസ് എനിക്ക് ആക്സിഡന്റ്, ഞാൻ വണ്ടി ഭയങ്കര സ്പീഡായിട്ട് ഓടിക്കുന്ന ആളാ. ബിക്കോസ് ഞാൻ ഓൺ ടൈം എവിടെയും എത്തില്ല. അത് എന്റെ ഒരു ക്യാരക്ടറായിട്ട് മാറിയേക്കാണ്. ഓൺ ടൈം ഞാൻ എവിടെ എത്തില്ല. ബട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ഐ എം അവെയർ. മീൻസ് ഐ നോ ഐ കാൺട്ട് റീച്ച്, ഐ കാൺട്ട് ബി ഹു ഐ എം നോട്ട്. So what I can best do is be late and say sorry. Be late and say sorry. Because I can't change anything. അപ്പൊ അങ്ങനെ ആ ഒരു ചോയ്സസിൽ ജീവിക്കാൻ ഞാനിപ്പോ അപ്പൊ സംടൈംസ് when I hear you, sometimes I feel ആൾക്കാർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെയും റോങ് ആണ്. വാട്ട് ഐ ഐ ഡൂയിങ് ഇസ് ആക്ച്വലി റൈറ്റ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് സാർ എപ്പോഴും തന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര. സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ്. മീൻസ് വാട്ട് എവർ യു ടെൽ, ഇറ്റ് റിലേറ്റ്സ് ആൻഡ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഗുഡ്. ഓക്കെ, ഞാൻ ഓക്കെ ആണ് ഇതിൽ എന്നുള്ള ഒരു കൺവിൻസിങ് സ്റ്റോറി. താങ്ക് യു സോ മച്ച്. ചോയ്സസ്, പിന്നെ ഞാൻ ഇത് പറഞ്ഞല്ലോ, ഗോഡിനെ കൂട്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യം. ആ ഒരു കാര്യമാണ് ഏറ്റവും, മീൻസ് ഞാൻ റെസ്പോൺസിബിൾ ആണ് എല്ലാത്തിനും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കൂടുതലും. എന്റെ മമ്മിയും എപ്പോഴും പറയും, ഗിവ് റെസ്പോൺസിബിലിറ്റി ടു ഗോഡ്. നീ റെസ്പോൺസിബിൾ അല്ല. ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി കൂടുതൽ വരും, ഞാൻ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കണമുണ്ട്. അപ്പൊ എന്റെ മദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഗിവ് റെസ്പോൺസിബിലിറ്റി ടു ഗോഡ് ആൻഡ് മേക്ക് യുവർ സെൽഫ് ഫ്രീ. നിനക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ ഏബിൾ അല്ല. അപ്പൊ ഇപ്പോഴും സാറും അത് തന്നെയാ പറയുന്നത്, യു ആർ നോട്ട് ഏബിൾ. നീ അത് അൺനെസസറി ഫൈറ്റ് ആണെന്ന് പറയുന്ന ആ കോൺസെപ്റ്റ്. ബിക്കോസ് വേറൊരാൾ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. Keep doing such sessions, keep inspiring us, keep doing. Thank you so much. It gives lots of hope for us to live life. Thank you. Okay. Thank you. നമ്മുടെ ക്ലാസ് തുടങ്ങി കുറച്ച് ആളുകൾക്കെങ്കിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കുറെ നേരമായിട്ട് തന്നെ കുറച്ച് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വൈഫിന്റെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഗ്രൂപ്പിൽ അറിയിക്കുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കേട്ടോ ഒന്ന് ഗ്രൂപ്പിൽ അറിയിക്കുക. ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് അത് അടുത്ത സെഷനിൽ ജോയിൻ ചെയ്യാനുള്ളൊരു കാര്യം കൂടിയാവാം. അപ്പൊ എന്തായാലും ഇതുവരെ കേട്ടിരുന്നതിനൊക്കെ നന്ദി. ഹയ പറയാതെ കുറെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം, ബട്ട് ടൈം ഇല്ല, അതുകൊണ്ടാണ്. ഇൻഷാല്ല നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. നൂർജാൻത ആൻഡ് ആഷിൽ ബ്രോ, സന്തോഷം വന്നതിലും കണ്ടതിലും ഒക്കെ കേട്ടോ. ഓക്കെ.